അതീവ ദുഃഖകരമായ വാർത്തയിലേക്കാണ് കടക്കുന്നത്. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം SITയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരി മരിച്ചു. വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികളാണ് മരിച്ചത്. VV അരുണും S വിനീഷും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം VV അരുണിലേക്ക് കടക്കുകയാണ്. അരുൺ, ദിവസങ്ങളായി ജീവനായി മല്ലിടുകയായിരുന്നു ആ 7 വയസ്സുകാരി. അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? ഇന്ന് വെളുപ്പിന് 3 മണിയോടുകൂടിയായിരുന്നു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. അതീവ ഗുരുതര അവസ്ഥയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. പേവിഷബാധയേറ്റ് ആശുപത്രി കൊണ്ടുവരുമ്പോൾ തന്നെ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയിരുന്നു കുട്ടി. അതിനുശേഷം പലപ്പോഴും ഗുരുതരാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. വെന്റിലേറ്ററിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. വെളുപ്പിന് കുട്ടി മരിക്കുകയാണ്. ഈ മാസം 1-ാം തീയതിയാണ് SIT ആശുപത്രിയിൽ ഈ കൊല്ലം വിളക്കോടി സ്വദേശിയായ പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചത്. തെരുവുനായ കടിച്ചിരുന്നു. കടിച്ച ഉടൻ തന്നെ കഴിഞ്ഞ മാസം 8-ന് തെരുവുനായ കടിച്ചു. അപ്പോൾ തന്നെ മുറിവ് കഴുകുകയും മരുന്ന് വയ്ക്കുകയും ചെയ്തു. പ്രാഥമികാരോഗ്യ കേന്ദ്രം പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇവിടെ കൃത്യമായ ചികിത്സയെല്ലാം നടന്നത്. 1 ഡോസ് മാത്രമാണ് ഈ വാക്സിൻ ഇനി നൽകാനുള്ളത്. ഇനി 6-ാം തീയതിയാണ് അടുത്തത് നൽകേണ്ടിയിരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. 3-ാമത്തെ കുട്ടിയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത്. തീർത്തും ദുഃഖകരമായ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണിത്. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എന്തെന്നാൽ ഒരു മാസത്തിനിടെ വാക്സിൻ എടുത്തതിന് ശേഷവും 3 കുട്ടികളാണ് സംസ്ഥാനത്ത് മരിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ 7 വയസ്സുകാരിയുടെ കാര്യത്തിൽ നേരത്തെ അധികൃതർ പറഞ്ഞിരുന്നത് കൈഞ്ഞിരമ്പിനാണ് ഇത്തരത്തിൽ കടിയേറ്റത്. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഈ പേവിഷബാധ തലച്ചോറിനെ ഏൽക്കാൻ കാരണമായത് എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് വാക്സിൻ എടുത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ വാക്സിൻ എടുത്തവർക്കും പേവിഷബാധ ഏൽക്കുന്നു എന്ന ആശങ്കയ്ക്കുള്ള മറുപടിയായാണ് അത് അക്കാര്യം വ്യക്തമാക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ കൈ ഞരമ്പിന്റെ ഭാഗത്താണ്, കൈയുടെ മധ്യഭാഗത്തായി ഞരമ്പിലാണ് കടിയേറ്റത്. ആ ഭാഗത്താണ് കടിയേറ്റത്. ആ മുറിവ് കരിഞ്ഞിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഈ അണുബാധ, അതായത് ഈ പേവിഷം കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നിരുന്നു. അതാണ് ഈ അപകടം, ഈ അവസ്ഥ ഇത്രയും ഗുരുതരമാക്കിയത്. കൃത്യമായ ചികിത്സ എടുത്തെങ്കിലും രക്ഷിക്കാൻ കഴിയാതെ പോയത് അതുകൊണ്ട് തന്നെയാണ്. ശരീരത്തിന്റെ അരയ്ക്ക് മുകളിലോട്ട് കടിയേൽക്കുന്നവർക്കാണ് വളരെ വേഗം ഈ പേവിഷബാധ ഏൽക്കുന്നത്. ഇത് ചികിത്സ നടത്തിയെങ്കിൽ പോലും ഈ പേവിഷബാധ പടരുന്നത് തടയാൻ കഴിഞ്ഞില്ല. അതാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. അത്യന്തം സങ്കടകരമായ സാഹചര്യമാണ്. ഈ എല്ലാ ചികിത്സയും വളരെ നിർദ്ധനമായ ഒരു കുടുംബമാണ്. പക്ഷെ അവർ കഴിയുന്ന എല്ലാ ചികിത്സയും നൽകി വളരെ വേഗത്തിൽ തന്നെ ഈ ആരോഗ്യവകുപ്പ് പറയും പോലെ കടിയേറ്റ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് ഈ മുറിവ് കഴുകുകയും മറ്റും ചെയ്തിരുന്നു. വീട്ടുമുറ്റത്ത് വെച്ചാണ് കുട്ടി കടിയേറ്റതെന്നാണ് അതിന്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ആദ്യം വീടിന്റെ അടുക്കള ഭാഗത്ത് ഈ നായ എത്തിയിരുന്നു. അവിടെ നിന്ന് കുട്ടിയുടെ അമ്മ അതിനെ ഓടിച്ചു വിട്ടു. മുൻവശത്ത് വരുമ്പോൾ കുട്ടി താറാവുകളുണ്ട്, താറാവുകളെ ഈ നായ ആക്രമിക്കാൻ ശ്രമിച്ചു. അത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് കടിയേൽക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, 3 കുട്ടികളാണ്. ആദ്യം മലപ്പുറത്തായിരുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി സമാനമായ രീതിയിൽ വാക്സിൻ എടുത്തതിനു ശേഷവും ഇത്തരത്തിൽ പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ കൊല്ലം സ്വദേശിയാണ്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ 7 വയസ്സുകാരി മരിച്ചിരിക്കുന്നു. പലതരത്തിലും കുടുംബം ഇവർ 3 പേരുടെയും കുടുംബങ്ങൾ ഇത്തരത്തിൽ വൈകാരികമായ പ്രതികരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തൊട്ടാകെ ഉയരുന്ന ഒരു ചോദ്യം, ഒരു സംശയം ഈ വാക്സിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചാണ്. വാക്സിന് പൂർണ്ണ തോതിൽ ഫലപ്രാപ്തിയിൽ എത്താൻ കഴിയുന്നില്ലേ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നില്ലേ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്? വാക്സിനുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുള്ള. കാരണം 5 ലക്ഷത്തിൽ പരം പേർക്കാണ് ഒരു വർഷം കേരളത്തിൽ നായകടി ഏൽക്കുന്നത്. അതിൽ തന്നെ ഈ 1-2 സംഭവങ്ങളാണ്. ഇപ്പോൾ 3 നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അത്തരം വളരെ ചുരുങ്ങിയ സംഭവങ്ങളിൽ മാത്രമാണ് വാക്സിൻ എടുത്തിട്ടും ഈ പേവിഷബാധ ഏൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിന്റെ ഒരു പോരായ്മയായോ വാക്സിൻ ഫലപ്രദമല്ല എന്നതിന്റെ ഒരു കാരണമായോ ഇത് ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. ഈ ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നതിന് നമുക്ക് ഇക്കാര്യത്തിൽ വിശ്വസിക്കേണ്ടി വരും. കാരണം കടിയേൽക്കുന്ന ഭാഗം, ആ മുറിവിന്റെ ആഴം, നൽകുന്ന ചികിത്സയുടെ രീതി പലപ്പോഴും
കൃത്യമായി ഈ ചികിത്സ നൽകാൻ കഴിയാതെ പോകുന്നത് പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഈ സാഹചര്യം ഇവിടെ ഇന്ന് ഈ കുട്ടി മരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് കടിയേൽക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ ചികിത്സ നൽകിയിരുന്നു. പക്ഷെ ആ മുറിവിന്റെ ആഴവും ഈ ഞരമ്പുകളിൽ കടിച്ചു, പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഈ ഏറ്റവും അധികം ഈ പ്രശ്നമുണ്ടാകുന്നതിന് കാരണം. നായകടി ഏൽക്കുന്നത് പലപ്പോഴും കുട്ടികൾക്ക് ആകുമ്പോൾ ഉയരം കുറവായത് കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ കുട്ടികളെ പെട്ടെന്ന് നായയെ പ്രതിരോധിക്കാനാകാതെ വീണു പോകുന്നത് കൊണ്ടോ കടിയേൽക്കുന്നത് പലതും മുഖത്തോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശരീരത്തിന്റെ മുകൾ ഭാഗത്തോ ആയിരിക്കും. അപ്പോഴാണ് അപകട അവസ്ഥ കൂടുന്നത്. വളരെ വേഗം ഈ പേവിഷത്തിന്റെ ബാധ പടരുന്നത്, ശരീരത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുട്ടികൾക്ക് കടിയേൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മുഖത്ത് കടിയേറ്റാൽ ഏറെക്കുറെ അത് തീർത്തും ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. വാക്സിനുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആശങ്കയും ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അത് ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് ആരോഗ്യം പറയുന്നത്. വാക്സിൻ ഫലപ്രദമല്ല എന്ന് ഒരു തരത്തിലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. യെസ്, അരുണിലേക്ക് ഞാൻ മടങ്ങിയെത്താം. വിനീഷ് കൂടി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, കൊല്ലം കുന്നിക്കോട് സ്വദേശിയാണ് ഈ 7 വയസ്സുകാരി. നാടൊന്നാകെ പ്രാർത്ഥനയിലായിരുന്നു കുഞ്ഞിന്റെ ജീവൻ തിരികെ കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിൽ. പക്ഷേ ആ പ്രാർത്ഥനയൊക്കെ വിഫലമായിരിക്കുകയാണ്. എങ്ങനെയാണ് ആ കുടുംബത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ? തീർച്ചയായും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. നാടൊന്നാകെ വലിയ പ്രാർത്ഥനയിലായിരുന്നു. കുട്ടി സുഖം പ്രാപിക്കണം എന്നുള്ള വലിയൊരു പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം വിഫലമായി. ഇപ്പോൾ കുട്ടിയുടെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ആര്യ വീടിനെ നാട്ടുകാരെ വളരെ ദുഃഖത്തിലാക്കിയിരിക്കുന്നത്. ഇത് ഏപ്രിൽ 8 ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്ത് ഇരിക്കുമ്പോഴാണ് കുന്നിക്കോട് സ്വദേശിനിയായ കുട്ടിയെ താറാവിനെ ഓടിച്ചെത്തിയ പട്ടി കടിക്കുന്നത്. ഉടൻ തന്നെ IDRV ഡോസ് എടുത്തിരുന്നു. അന്ന് തന്നെ ആന്റി റാബിസ് സിറവും ഒക്കെ നൽകിയിരുന്നു. അത് പിന്നീട് 3 തവണ കുട്ടി IDRV നൽകുകയും ചെയ്തു. ഇതിൽ മെയ് 6 ഒരു ഡോസ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഇതിന്റെ ഏപ്രിൽ 28 കുട്ടിക്ക് പനി ബാധിച്ചപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ പേവിഷബാധ ഏറ്റെന്ന് മനസ്സിലായത്. ഈ യഥാസമയം വാക്സിൻ എടുത്തതിനാൽ പേവിഷബാധ ഏൽക്കില്ല എന്നായിരുന്നു വീട്ടുകാരുടെയും എല്ലാം വലിയൊരു വിശ്വാസം. പക്ഷേ കുടുംബവും നാട്ടുകാരും അവിടെ തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ പട്ടിയെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ നായക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. മറ്റ് വളർത്തുനായകളെ കടിച്ചോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. എന്തായാലും ചികിത്സയിലിരിക്കുകയാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വളരെ ദുഃഖകരമാണ്. ഇതിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം ആലഞ്ചേരിയിലുള്ള പള്ളി വള്ളത്തിലായിരിക്കും നടക്കുക. എന്തായാലും തുടർന്ന് ഇതിന്റെ വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാവും. തീർച്ചയായും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. വി അരുണിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഇന്ന് തന്നെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകില്ലേ? സ്വാഭാവികം എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഈ വീട്ടുകാരിപ്പോൾ ആശുപത്രിയിലാണ്, SAT ആശുപത്രിയിലാണുള്ളത്. അവിടെ ആരോഗ്യ SAT വകുപ്പ് അത് അവരുമായി കൂടി ചർച്ച ചെയ്ത ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കും. യെസ്, വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിനീഷിലേക്ക് ഒരിക്കൽ കൂടി. വിനീഷ്, നമുക്കറിയാം നാട്ടിൽ ഒന്നാകെ ഇത്തരത്തിൽ തെരുവുനായകളുടെയൊക്കെ ശല്യം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണുള്ളത്. ഈ കുന്നിക്കോട്ടെ സാഹചര്യം, ഈ പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തേക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ്? നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? അവിടെ ഈ തെരുവുനായ ശല്യമൊക്കെ അതിരൂക്ഷമായ ഒരു സാഹചര്യമാണോ? തീർച്ചയായും തെരുവുനായ ശല്യം രൂക്ഷമാണ്. നാട്ടുകാരൊന്നാകെ ഈ പട്ടിയെ തെരച്ചിലുകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. പക്ഷേ ഈ മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഒരു ജനങ്ങളിൽ നിന്നൊരു രോക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അധികൃതരുടെ ഭാഗത്തൊരു നടപടി ഉണ്ടാകണം എന്നാണ്. ഈ തെരുവുനായകളെ ഉന്മൂലനം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങണം എന്നൊക്കെ വലിയൊരു ആവശ്യമാണ്. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഇതൊരു തീരെ പൊടിക്കുട്ടിയും കൂടെ ആയതുകൊണ്ട് ജനങ്ങൾ വളരെ രോക്ഷാകുലരാണ്. ആര്യ, എന്തായാലും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വീട്ടിൽ പൊതുദർശനമൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ വ്യക്തതകൾ ഇനിയും വരാനുണ്ട്. ആര്യ, ശരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.